നമ്മൾ ദിവസവും ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ വളരെ സ്ലോ ആവുക, ഹാങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ഈ ഒരു ചെറിയൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ചെയ്തു നോക്കുക. അത് കഴിയുന്നതും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുന്ന സമയത്ത് ചെയ്തു നോക്കിയാൽ വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി സാധിക്കും. മൊബൈൽ ഉപയോഗിക്കുന്ന ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഫോൺ എപ്പോഴും ഹാങ് ആവുക അല്ലെങ്കിൽ സ്ലോ ആവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അതിനായി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണുന്നില്ല, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ സൈറ്റ് സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഓൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും മുകളിലുണ്ട്, ഓൾ സൈറ്റ്സ്. അപ്പം നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ നെറ്റിൽ കയറുന്ന സമയത്ത് പോകുന്ന സൈറ്റുകളും ആപ്പുകളും കാര്യങ്ങളിലൊക്കെ ഉള്ള ഡാറ്റകൾ, അതുപോലെ തന്നെ ക്യാഷ് ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഫിൽ ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഫോൺ വളരെയധികം ഹാങ് ആവുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റകളെല്ലാം കുറഞ്ഞു പോകുന്നു, സ്റ്റോറേജ് സ്പേസ് കുറയുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ടിക്ക് ചെയ്യുക. പക്ഷെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ നമ്മളോട് പറയുന്ന കാര്യത്തിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ പാസ്വേഡുകൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം നമ്മൾ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ എന്താവും, ആ പാസ്വേഡുകൾ പോയിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതെ ബാക്കി ഏതൊക്കെയാണോ വേണ്ടാത്തത്, ഡിലീറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മളൊന്ന് ടിക്ക് ചെയ്യാം. പാസ്വേഡുകൾ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഡിലീറ്റ് കൊടുക്കുക. ഈ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്ത് വന്നാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഓൾ സൈറ്റ്സ് ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഡാറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ. ആ ഡാറ്റ സ്റ്റോറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റുകളിൽ നിന്നെല്ലാം ഡാറ്റ സ്റ്റോറായി കിടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫോൺ വളരെയധികം ഹാങ് ആവുന്നതും സ്ലോ ആവുന്നതും ഒക്കെ നമ്മുടെ ഡാറ്റ കുറയുന്നു. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെയും ഇതേപോലെ തന്നെ നമ്മൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പാസ്വേഡുകൾ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ